നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കാടമുട്ട റോസ്റ്റ് തയ്യാറാക്കിയിട്ടെടുത്താലോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കാടമുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 20 കാടമുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് മസാലയ്ക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 അല്ലി വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്, അതും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത്, കുറച്ച് കരിവേപ്പില വേണം. അതുപോലെ ഒരു വലിയ പച്ചമുളക്, അത്യാവശ്യം എരിവുള്ളത് തന്നെ, അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാടമുട്ട വെന്തതിന് ശേഷം ഇത് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി കാടമുട്ട റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും അതുപോലെ വേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെക്കാം. ഞാൻ നേരത്തെ അത് പറയാനായിട്ട് വിട്ടുപോയതായിരുന്നു. നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ. നമ്മുടെ സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി ഗ്രേവി ആയിട്ട് വരട്ടെ. നമ്മുടെ മസാല നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാടമുട്ടകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. മുട്ട ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഗ്രേവിയിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഇതിലൊന്ന് കിടന്നോട്ടെ. നമ്മൾ കാടമുട്ട മരിഞ്ഞൊന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒനിയനും അതുപോലെ മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം.